branch does not maintain its own books of account. Head office is preparing the branch account in its books. So head office, to find out the profit of branch, either use debtors method or stock and debtors method. ഒന്നുകിൽ debtors method യൂസ് ചെയ്യും, അല്ലെങ്കിൽ stock and debtors method യൂസ് ചെയ്യും. Debtors method cost price ൽ ചെയ്യാം, invoice price ൽ ചെയ്യാം. These two we already done. So this method have its own limitations that I will give in theory notes. Stock control is not possible. Then expense in the details are not mentioning in this method. Then breaking up of profit is not shown in this method. Angana kore drawbacks are there for debtors method, so we are using stock and debtors method. Idinte drawbacks karanam ഇത് small firm it's okay, but for a large firm the most suitable method is stock and debtors method. So today's class is about stock and debtors method. Clear ആണല്ലോ? ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ തിയറി സെഷനിൽ തിയറീൻ്റെ നോട്ട്സ് തരുമ്പോൾ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. ഡെറ്റേഴ്സ് മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യുക വൻ സ്മോൾ ഫേം ആണെങ്കിലും, പിന്നെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ബിഗ് ഫേം ആണെങ്കിലുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഹെഡ് ഓഫീസ് എപ്പോഴും ഇൻവോയ്സ് പ്രൈസിലായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്യുക. അവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ല, പ്ലസ് ബിഗ് ഫേമും ആയിരിക്കും. ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഒരു ഇതെല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ആൻഡ് ഈ ഒരു ടൈപ്പ് വലിയ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത പോലെയാണ്. റീസണാണ് പറയുന്നത് എന്തുകൊണ്ട് അവർക്കിത് കടുപ്പായിട്ട് തോന്നുന്നു. റീസൺ, നമ്മൾ ഡെറ്റേഴ്സ് മെത്തേഡ് ചെയ്യുമ്പോൾ മാക്സിമം അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് എത്രയോടെ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് വരേണ്ടി വരും, അധികത്തിലും ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരേണ്ടി വരും. എപ്പോഴെങ്കിലും we have to do petty cash account and sometimes branch stock account അല്ലേ. സോ ഇതൊക്കെ വളരെ റെയർ ആയിട്ട് ഇത് ഇസ് ടു കോമൺ. അപ്പോൾ ഇതിൽ നമ്മൾ 2 അക്കൗണ്ടാണ് വരേണ്ടി വരിക. ഓക്കെ, 2 അക്കൗണ്ടേ വരേണ്ട വന്നിട്ടുള്ളൂ. ബട്ട് യു സീ in stock and debtors method we have to draw branch stock account. I'm writing here at invoice price lana nammal varaya. Then it is branch debtors account, short form use cheyyunana branch stock, branch debtor. Then branch adjustment account, then branch expense account, then it is branch profit and loss account. Tirna? No. Then it is branch cash account. Then goods sent to branch account. ഇത് നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, branch asset account, then branch stock reserve account and branch petty cash account. ഇപ്പോൾ മനസ്സിലായല്ലോ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കടുപ്പ് അവർക്ക് ഇത് ഇഷ്ടമല്ലാത്തതിൻ്റെ റീസൺ ഇസ് in this method we have to prepare several accounts. ഒരുപാട് അക്കൗണ്ട്സ് വരേണ്ടി വരും. മെയിൻലി സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, then P&L account will be there, expense account, goods sent to branch account, stock reserve account, branch cash account. നമ്മൾ എന്തായാലും ഒരു 4-5 അക്കൗണ്ട് ഓരോ പ്രോബ്ലത്തിലും നമ്മൾ വരേണ്ടി വരും. അതുകൊണ്ടാണ് കുട്ടിയൊക്കെ ഇത് ഡിഫിക്കൽട്ട്. അപ്പോൾ ഈസി ആവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുക, വാട്ട് ടു ഡു ടു മേക്ക് ഇറ്റ് ഈസി. ഇതൊക്കെ എങ്ങനെയാണ് വരയാന്ന് പറഞ്ഞാൽ ഇത് ഈസി അല്ലേ.
ഓക്കെ, സോ ഞാനത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കണക്കിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ അക്കൗണ്ട് എല്ലാം എങ്ങനെ ഈസി ആയിട്ട് വരാം. ഇതിൽ വേറെ ഭയങ്കരമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. അങ്ങനെ വരുന്ന കണക്കുകൾ ഞാൻ തരുത്തുമുണ്ട് അല്ലേ. എക്സാമിന് ചോദിക്കുന്നുള്ളത് നമ്മൾ ക്ലാസ് വർക്കായിട്ടും ചെയ്യലുണ്ട്, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യലുമുണ്ട്. സോ ഇന്നത്തെ എൻ്റെ പേർപ്പസസ് നിങ്ങൾ ഈ അക്കൗണ്ടൊക്കെ എങ്ങനെ വരെയാന്ന് പഠിപ്പിക്കില്ല. സോ ഇത് പഠിച്ചാൽ പിന്നെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്താ ഡെറ്റേഴ്സ് മെത്തേഡ് എന്താ ഈസി ആയില്ലേ. കുട്ടികളെ പ്രശ്നം ഇത് വരയാൻ അറിയാത്തില്ല. സോ നമുക്ക് ആദ്യം ഏതിൽ നിന്ന് തുടങ്ങാടോ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ ആലോചിക്കണ്ടേ? നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പഠിക്കാൻ പോകുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര എണ്ണ പഠിക്കണ്ടു? 50 അല്ലേ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അതിനേക്കാളും മുന്നേ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യാം. വീഡിയോ നമ്പർ 11 ഞാനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഡെറ്റേഴ്സ് മെത്തേഡ് അണ്ടർ ഇൻവോയ്സ് പ്രൈസ് നമ്മളൊരു സ്റ്റോക്ക് അക്കൗണ്ട് വരഞ്ഞിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും പോയി നോക്കി, എന്നിട്ട് അതൊന്ന് മുന്നിൽ അവിടെ തുറന്നു വെച്ചോളെ. വീഡിയോ നമ്പർ 11 പ്രോബ്ലം, അതിനകത്ത് ഡെറ്റേഴ്സ് മെത്തേഡ് ഇൻവോയ്സ് പ്രൈസിൽ ഞങ്ങളൊരു ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് അക്കൗണ്ട് വരഞ്ഞിട്ടുണ്ട്. അതവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റെ വീഡിയോ എന്ത് ചെയ്യുക? പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, വരയാൻ പോവാണേ. ഹെഡിങ് എല്ലാം കൊടുത്തു. നമുക്ക് ബ്ലാക്ക് മതി അല്ലേ. എനിക്ക് ഈ റെഡിങ് യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമില്ലാത്ത ആൾ. ഓക്കെ, സോ ഐ യൂസ് ബ്ലാക്ക്. ബ്ലാക്ക് ഇസ് മൈ ഫേവറേറ്റ് കളർ. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നിങ്ങൾക്കറിയാം. ഇൻഫ്ലോ ഇങ്ങോട്ട് വരുവാണെങ്കിൽ, സ്റ്റോക്ക് കൂടുവാണെങ്കിൽ, സ്റ്റോക്കിൻ്റെ ബാലൻസ് കൂടുവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതായത് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. നമ്മളെ കയ്യിൽ നിന്ന്, അതായത് ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് തിരിച്ച് ഔട്ട്ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എൻ അസറ്റ് അക്കൗണ്ട്. സോ ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എവിടെയായിരിക്കും? ഓക്കെ, ഞാനത് ഇപ്പുറത്തോട്ട് വരച്ചെടുക്കുക. എനിക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്. സോ ഓപ്പണിംഗ് ഈസ് ഹിയർ, ക്ലോസിംഗ് ഈസ് ഹിയർ, ഒരു പ്രശ്നവുമില്ല. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു. സോ ഇവിടെ എന്താവും? ബാലൻസ് കൂടും. സോ ഞാനിവിടെ എന്ത് എഴുതണം? ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഒരു സംശയമില്ല. ഓക്കെ ഓക്കെ, നൗ റിട്ടേൺ ഗുഡ്സ് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരിച്ചയച്ചു. അവിടെ എഴുതണം, ഇപ്പുറത്ത് എഴുതണം. എന്താ എഴുതുക നമ്മൾ? നമുക്കറിയാലോ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ അത് തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തുറന്നു വെച്ചിട്ടില്ലേ? അവിടെ നമ്മൾ എന്തെഴുതി? ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണോ എവിടെയാണോ എഴുതുക? എവിടെയാണ് എഴുതുക? ബിക്കോസ് സെയിൽ ചെയ്യുമ്പോൾ സ്റ്റോക്ക് കുറയും. ഇവിടെ ഞാൻ എഴുതി ക്യാഷ് സെയിൽ. ഓക്കെ, വ്യത്യാസം ഇത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡാണ്. ഇവിടെ ക്യാഷ് സെയിൽ എന്ന് എഴുതില്ല, പകരം ബ്രാഞ്ച് ക്യാഷ്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് സെയിൽ റൈറ്റ് ബ്രാഞ്ച് ക്യാഷ്. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യും. ഈ ഭാഗത്ത് എഴുതണ്ട. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ബൈ ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ഇവിടെ ഒരു വ്യത്യാസം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമാറ്റും ഇതും തമ്മിൽ. ഓക്കെ, നൗ ഇറ്റ്സ് ക്രെഡിറ്റ് സെയിൽ. ഇപ്പുറത്ത് എഴുതണം. പക്ഷേ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടല്ല എഴുതുക, പകരം branch debtor. Branch debtor. So cash sale you have to write branch cash, and for credit sale you have to write branch debtor. പ്രശ്നമൊന്നുമില്ലല്ലോ. Now goods returned by debtor. ഈ ഡെറ്റർ ഉണ്ടല്ലോ, നമ്മൾ സെയിൽ ചെയ്ത ഡെറ്റർ ഗുഡ്സ് തിരിച്ചു തന്നു. തിരിച്ചു തന്നാൽ എൻ്റെ സ്റ്റോക്ക് എന്ത് ചെയ്യും? ഡെറ്റർ എനിക്ക് ഗുഡ്സ് തിരിച്ചു തന്നു, ബ്രാഞ്ചിന് ഗുഡ്സ് തിരിച്ചു തന്നു. ഇവിടെ എഴുതണം അല്ലേ? ഗുഡ് ടു
സെയിൽസ് റിട്ടേൺ അല്ല, സെയിൽ ചെയ്ത സാധനം തിരിച്ചു വന്നു. ഇവിടെ ഞാൻ എഴുതും സെയിൽസ് റിട്ടേൺ ഇങ്ങനെ എഴുതും. ഓക്കെ, ബട്ട് ഇവിടെ സെയിൽസ് റിട്ടേൺ എന്നുള്ള പേര് യൂസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്ത് എഴുതണം? ബ്രാഞ്ച് ഡെറ്റർ ബ്രാക്കറ്റിൽ റിട്ടേൺ ഫ്രം ഡെറ്റർ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. ക്ലിയർ? ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവില്ല, ഇല്ലടോ? ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റിംഗ്. ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ ഇപ്പുറം ക്യാഷ് സെയിലിന് ബ്രാഞ്ച് ക്യാഷ് എന്ന് എഴുതും, ക്രെഡിറ്റ് സെയിലിന് ബ്രാഞ്ച് ഡെറ്റർ എന്ന് എഴുതും, റിട്ടേൺ വന്നാൽ ഇപ്പുറത്ത് എഴുതും. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സ് ക്ലിയർ ആണെങ്കിൽ, ഒരിത്തിരി പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കാം. Now I'm going to tell about loss of goods. Okay, stock in order, I think the loss of goods. Okay, അവിടെ ഇത് ഗുഡ്സ് സ്റ്റോക്ക് അല്ലടോ. സ്റ്റോക്ക് എന്തായാലും ലോസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഒന്നുകിൽ അത് തീ പിടിച്ചു പോവോ, അല്ലെങ്കിൽ കള്ളം കട്ടുകൊണ്ട് പോവോ, പെട്ടെന്ന് ഫ്ലഡ് വന്നിട്ട് അതൊക്കെ ഒഴിച്ചു പോവോ, അങ്ങനെയുള്ള ചാൻസസ് ആർ ദർ. അല്ലെങ്കിലോ ചില ഗുഡ്സ് വെറുതെ വെച്ചാൽ തന്നെ തനിയെണ്ണ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, റൈറ്റ്? സോ ലോസ് ആർ ഓഫ് 2 types. നിങ്ങൾക്ക് അറിയുന്ന പേര് നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. വാട്ട് യു മീൻ ബൈ നോർമൽ ലോസ്? വെൻ ലോസ് occur ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ നേച്ചർ കൊണ്ട് അതെന്തായാലും എങ്ങനെ വെച്ചാലും അതെന്ത് ചെയ്യും? ലോസ് ആയിപ്പോവും. ഓക്കെ, ദാറ്റ് ഇസ് നോർമൽ ലോസ്. ആൻഡ് അബ്നോർമൽ ലോസ് ഇസ് തെഫ്റ്റ്, ഫ്ലഡ്, മിസ്ഹാൻഡ്ലിങ്, ഡ്യൂ ടു ദ മിസ്റ്റേക്ക്, അങ്ങനെയൊക്കെ വരുമ്പോൾ അബ്നോർമൽ ലോസ്. ഇതിൻ്റെയൊക്കെ തിയറി നോട്ട്സ് നമ്മൾ എഴുതും. ഓക്കെ, നൗ ഇവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ കൊണ്ടുവരുന്നതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിനേക്കാളും മുന്നേ ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. ക്വസ്റ്റ്യനിൽ ലോസ് പ്രത്യേകമായിട്ട് നോർമൽ ലോസ് ആണ് പറയുന്നില്ലെങ്കിൽ, ഒന്നും പറയുന്നില്ല, ഏത് ലോസാണ് നമുക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, ലോസ് മാത്രമേ തന്നുള്ളൂ, അപ്പോൾ നമ്മളടുത്ത് പറയുന്നില്ല എന്ത് ലോസാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അബ്നോർമൽ ലോസായിട്ട് ട്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് പ്രത്യേകം അത് നെയിം മെൻഷൻ ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ബി അബ്നോർമൽ ലോസ്. നിങ്ങളുടെ നോട്ട്സ് എഴുതുന്ന ഭാഗത്ത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൻ്റെ നോട്ട്സ് ലെക്ചർ നോട്ട് എഴുതാൻ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് എഴുതണം. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ ആ ലോസ് അബ്നോർമൽ ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റോക്കിൽ എന്ത് സംഭവിക്കും? നോർമൽ ലോസിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റോക്കിൽ എന്ത് സംഭവിക്കൂടോ? നോർമൽ ലോസ് വന്നാൽ സ്റ്റോക്ക് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ ഭാഗത്ത് എഴുതുന്നത് ബൈ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് എഴുതാൻ പാടില്ല? ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എന്ന് എഴുതാൻ പാടില്ല. പകരം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ലോസ് നോർമൽ ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് കുറയും, ഈ സൈഡിൽ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇതിൻ്റെ എൻട്രി എന്താണോ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു. ഓക്കെ, പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ പ്രശ്നം ഇവിടെയാണ്. ഓക്കെ, പ്രശ്നം അബ്നോർമൽ ലോസിലാണ്. ഇനി സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത അറിയാം മക്കളെ. നമ്മൾ ഡെറ്റേഴ്സ് മെത്തേഡിൽ കോസ്റ്റ് പ്രൈസിൽ സെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ എപ്പോഴും ഇൻവോയ്സ് പ്രൈസിൽ മാത്രമേ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുള്ളൂ. ഇൻവോയ്സ് പ്രൈസിൽ മാത്രം. അവിടെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളൊരു
ഒരു സംഭവമേ ഇല്ല. ഇൻ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ദ ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അതേപോലെ ലാർജ് ഫേമും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അബ്നോർമൽ ലോസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അബ്നോർമൽ ലോസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അബ്നോർമൽ ലോസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പം ലോസിൻ്റെ ലോഡ് പാർട്ട്, അതായത് പ്രോഫിറ്റ് പാർട്ടിനെ നമ്മൾ വേറെ തന്നെ എടുക്കും, അതിൻ്റെ കോസ്റ്റ് പാർട്ടിനെ നമ്മൾ വേറെ തന്നെ എടുക്കും. ഓക്കെ, അബ്നോർമൽ ലോസ് ഇപ്പം 1000 രൂപയാണെങ്കിൽ, അബ്നോർമൽ ലോസ് ഇപ്പം 1000 റുപ്പീസ് ആണെങ്കിൽ, ഓക്കെ 8000 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ലോഡ് മീൻസ് പ്രോഫിറ്റിൻ്റെ പാർട്ട് വേറെ എടുക്കും, കോസ്റ്റിൻ്റെ പാർട്ട് വേറെ എടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എടുക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസ് 8000 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻ, ഗുഡ്സ് ലോസ്റ്റ് ബൈ തെഫ്റ്റ്. എന്നാൽ ഗുഡ്സ് ലോസ്റ്റ് ബൈ തെഫ്റ്റ് അബ്നോർമൽ ലോസ് 8000. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഇസ്, ഇവിടെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ പോവാണ്. 1/3 ഓഫ് കോസ്റ്റ്. ഓക്കെ, പ്രോഫിറ്റ് ഇസ് 1/3 ഓഫ് കോസ്റ്റ്. ഓക്കെ, ഇത് ഏത് പ്രൈസിലാണോ? ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഇതൊക്കെ ഏത് പ്രൈസിലാണ് ഉണ്ടാവുക? ഇൻവോയ്സ് പ്രൈസിലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ കോസ്റ്റിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസിൻ്റെ ലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇത്ര കാലം 25%, 20% എന്നല്ല കണ്ടത് അല്ലേ? 25% ആണെങ്കിൽ നമ്മൾ 25/125 എടുക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1/3 ഓഫ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, ഒന്നുമില്ല, 1/3 ഓഫ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/3 ഓഫ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൻ്റെ 1/4 ആണ് ലോഡ് പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ? 1/3 ഓഫ് കോസ്റ്റ് ഇസ് 1/4 ഓഫ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 8000ൻ്റെ 1/4, അതായത് 2000 ആണ് എന്ത്? ലോഡ് പ്രോഫിറ്റ്. സംശയമില്ലല്ലോ? 8000 റുപ്പീസിൻ്റെ 8000ൽ 2000 ആണ് ലോഡ്, ബാക്കി 6000 ആണ് കോസ്റ്റ്. ഇതും നിങ്ങൾക്കറിയാം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ലോഡ് പ്രോഫിറ്റ് പാർട്ടിന്. ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കട്ടെ, അബ്നോർമൽ ലോസിന് ഇതിൽ ഡെബിറ്റിൽ എഴുതണോ ക്രെഡിറ്റിൽ എഴുതണോ? അബ്നോർമൽ ലോസ് ആയിക്കോട്ടെ നോർമൽ ലോസ് ആയിക്കോട്ടെ, സ്റ്റോക്ക് എന്താ ചെയ്യുക? സ്റ്റോക്ക് കുറയുക ചെയ്യുക. അപ്പോൾ ഈ സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് എന്തൊക്കെ എഴുതണം? ബൈ ലോഡും എഴുതണം, ബൈ ലോഡും എഴുതണം, ബൈ കോസ്റ്റും എഴുതണം അല്ലേ? ഇതിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഇതിനെ 2 പാർട്ടാക്കിയിട്ട് എഴുതണം. ലോഡിൻ്റെ പാർട്ട് 2000 എഴുതണം, കോസ്റ്റിൻ്റെ പാർട്ട് 6000 എഴുതണം. അങ്ങനെ നമ്മൾ അബ്നോർമൽ ലോസ് 8000 ഇവിടെ കാണിക്കണം. ഓക്കെ, ബട്ട് ലോഡിൻ്റെ പാർട്ടിനെ നമ്മൾ ലോഡ് നല്ല എഴുതുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ലോഡിൻ്റെ പാർട്ടിന് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇനി കോസ്റ്റിൻ്റെ പാർട്ടിനെയോ? കോസ്റ്റിൻ്റെ പാർട്ടിന് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അബ്നോർമൽ ലോസ് ഡിവൈഡ് ചെയ്യുക, 2 പാർട്ടാക്കുക, പ്രോഫിറ്റ് പാർട്ട് വേറെ ആക്കുക, കോസ്റ്റ് പാർട്ട് വേറെ ആക്കുക. ലോഡ് പ്രോഫിറ്റ് പാർട്ടിന് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതണം, കോസ്റ്റ് പാർട്ടിന് ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇത്രയും ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോർമൽ ലോസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതണം. ഇത് NL എഴുതുവാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നോർമൽ ലോസ്. ഇതോ അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിൻ്റെ ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും. അപ്പോൾ ലോഡിൻ്റെ എൻട്രി എന്താ?
കോസ്റ്റിൻ്റെ എൻട്രി എന്താ? ലോഡിൻ്റെ എൻട്രി നോക്കിയ മക്കളെ, ലോഡിൻ്റെ എൻട്രി എന്താ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഞാൻ ഇവിടെ എഴുതുന്നു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. കോസ്റ്റിൻ്റെ എൻട്രിയോ ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു. ക്ലിയർ ആണല്ലോ? സോ ഈ പാർട്ട് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇനി ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റിന് മേലെ തന്നെങ്കിൽ കൺവേർട്ട് ചെയ്യുക. അതൊക്കെ നമുക്കറിയാം. സംഭവം ക്ലിയർ ആണല്ലോ? ബട്ട് സ്റ്റോക്ക് അക്കൗണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത്രയും പാർട്ട് കൊണ്ട് സ്റ്റോക്ക് അക്കൗണ്ട് അവസാനിക്കുന്നില്ല. സ്റ്റോക്ക് അക്കൗണ്ടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് നൗ. എഴുതിക്കോ നിങ്ങൾ നോട്ട്സിൽ. ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ മക്കളെ, ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എപ്പോഴും ബാലൻസ് ചെയ്താൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ടാലി ആയിരിക്കണം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഷുഡ് ബി ഈക്വൽ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഇനി ബൈ ചാൻസ് ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് തന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ബാലൻസിങ് ഫിഗർ എവിടെ ഇടും? ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇടും. നമുക്ക് ഈ ഒരു ഐറ്റം ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വേണ്ട ഐറ്റംസ് ആണ്. ഇഫ് ഈ ഒരു പാർട്ട് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എടുക്കും. ഓക്കെ, ബട്ട് യൂഷ്വൽ കേസ് ഇപ്പോൾ ഇതും തന്നതാണെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്തായിരിക്കണം? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഷുഡ് ബി ഈക്വൽ. ഓക്കെ, ഇഫ് നമ്മൾ കണക്കൊക്കെ ചെയ്തു, തന്നിരിക്കുന്നതൊക്കെ പ്ലേസ് ചെയ്തു, പക്ഷേ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് അക്കൗണ്ട് ഇസ് നോട്ട് ഈക്വൽ, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ അല്ല, ഇസ് നോട്ട് ഈക്വൽ. ഓക്കെ, പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇത്രയും സാധനമൊക്കെ ഇതിൽ പ്ലേസ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ബട്ട് ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്താവണം? രണ്ട് സൈഡും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈക്വൽ ആയിരിക്കണം. ബട്ട് ഇഫ് ബ്രാഞ്ച് അക്കൗണ്ട് ഇസ് നോട്ട്, നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ്, നമ്മളൊക്കെ പ്ലേസ് ചെയ്തിട്ടും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈക്വൽ അല്ലെങ്കിൽ രണ്ട് കേസാണ്. ഒന്നുകിൽ ഇവിടെ 20,000 വരാം, ഇവിടെ 18,000 വരാം. ഓക്കെ, അപ്പം ഇവിടെ ഡെബിറ്റ് സൈഡിലാണല്ലോ ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് എവിടെ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ക്രെഡിറ്റിൽ 20,000 രൂപയുണ്ട്, ബട്ട് ഡെബിറ്റിൽ എത്രയേ ഉള്ളൂ? 18,000. അപ്പം ഡിഫറൻസ് 2,000 ഉണ്ട്. ഏത് സൈഡിൽ വന്നാൽ? ഡെബിറ്റിൽ വന്നാൽ. ഇഫ് ഡിഫറൻസ് വന്നു, ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ആണെങ്കിൽ, ദ ഡിഫറൻസ് ഇസ് ഇൻ ഡെബിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിൽ ആ ഡിഫറൻസ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സർപ്ലസ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ? ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20,000, ഇവിടെ 20,000, ഇവിടെ 18,000. അപ്പൊ ഡിഫറൻസ് ഓഫ് 2,000 എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറയടോ? എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സർപ്ലസിന്റെ നേരെ ഓപ്പോസിറ്റ്, ഷോർട്ടേജ്. ക്ലിയർ? സ്റ്റോക്ക് അക്കൗണ്ട് ഷുഡ് ബി ഈക്വൽ. ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇസ് നോട്ട് ഈക്വൽ. രണ്ട് പോസിബിലിറ്റി. ഇവിടെ ആയിരിക്കും കുറവ്. ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ, സോറി, it will be surplus, and difference is in credit side, then it will be shortage. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് വേണം? സർപ്ലസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്ന് അറിയണം, ഷോർട്ടേജ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ. ഇവിടെയാണ് ഡിഫറൻസ് എങ്കിൽ ബാലൻസിങ് ഫിഗർ സർപ്ലസ്. ഇനി ഇവിടെയാണ് ഡിഫറൻസ് എങ്കിൽ, ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് എങ്കിൽ ബൈ ഷോർട്ടേജ്. ഓക്കെ, ഇതല്ലേ നമ്മൾ പറഞ്ഞേ. ഇതിന്റെ ട്രീറ്റ്മെന്റ് കേട്ടോളെ. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സർപ്ലസ്. സർപ്ലസ് ആണെങ്കിൽ സർപ്ലസിന് ഇവിടെ സർപ്ലസ് എന്നല്ല എഴുതുക, പകരം നമ്മൾ എന്ത് എഴുതുന്ന അറിയടോ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട്. അതായത് സർപ്ലസിന് നമ്മൾ ലോഡും ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്ടാണ് അധിക ബുക്കിലും കണ്ടത്. മെയിൻലി സർപ്ലസ് വന്നാൽ അതിന്റെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് എഴുതണം.
ബട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റും കണ്ണൂരിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ സർപ്ലസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ നേരത്തെ അബ്നോർമൽ ലോസ് ചെയ്തില്ല, അതേപോലെ തന്നെ ലോഡ് പാർട്ട് ആൻഡ് കോസ്റ്റ് പാർട്ട്. ലോഡ് പാർട്ട് is transferred to branch adjustment account. Cost part is transferred to branch P&L account. Okay. സർപ്ലസിന്റെ ട്രീറ്റ്മെന്റ് കേട്ടോ. സർപ്ലസിന്റെ ട്രീറ്റ്മെന്റ്, സർപ്ലസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ലോഡ് പാർട്ട് ആൻഡ് കോസ്റ്റ് പാർട്ട്. ലോഡ് പാർട്ട് അത് പ്രോഫിറ്റ് പാർട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലും, കോസ്റ്റ് പാർട്ട്. ഓക്കെ, കണക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇപ്പൊ ജസ്റ്റ് അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഷോർട്ടേജ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2, load part and cost part. Load part is transferred to branch adjustment account and cost part is transferred to branch P&L account. Clear? അപ്പോൾ ഇതിന്റെ എൻട്രി എന്താ? ഈ ലോഡിന്റെ ട്രാൻസ്ഫറിന്റെ എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച്. ഇനി ഇതിന്റെ എൻട്രി എന്താ? കോസ്റ്റിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു. നിങ്ങൾക്ക് ഇത് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് പാസ് ചെയ്യാം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ടു ബ്രാഞ്ച് P&L. അതൊക്കെ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നോക്കി പറയാം. നെക്സ്റ്റ് ഷോർട്ടേജിന്റെ ലോഡിന്റെ എൻട്രി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. കോസ്റ്റിന്റെ എൻട്രി ബ്രാഞ്ച് P&L അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച്. ഓക്കെ, അപ്പം ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ സർപ്ലസിനെ രണ്ട് പാർട്ടാക്കുക. ലോഡ് ആൻഡ് കോസ്റ്റ്. ലോഡ് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് and cost part is transferred to branch P&L account. Same if credit side on a difference entry, that is shortage. Shortage is divided into load and cost. Load is transferred to branch adjustment account and cost part is transferred to branch P&L account. ഇത് ക്ലിയർ ആണല്ലോ. ഇതാണ് നിങ്ങളുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് മാക്സിമം വരുന്ന എല്ലാ ഐറ്റവും എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോ. ഇത് രണ്ടും ലാസ്റ്റ് വരുന്ന ഐറ്റമാണ് അല്ലേ? ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം വരുന്നതാണ് ഈ രണ്ട് ഐറ്റം. ഓക്കെ, ഇതിനേക്കാളും മുന്നേ സ്റ്റോക്ക് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഐറ്റം മിസ്സാവാൻ പാടില്ല. ക്രെഡിറ്റ് സെയിൽ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ നമുക്ക് അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഡിഫറൻസിന് സർപ്ലസും ഷോർട്ടേജും ആയിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഇപ്പം ഈ ഒരു ഐറ്റം മിസ്സിംഗ് ആണെന്ന് വെച്ചോ, അപ്പം നമ്മൾ ഡിഫറൻസ് വരുമ്പം ഇവിടെ സർപ്ലസ് അല്ല, ഏതാണത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഇനി ഈ ഭാഗത്ത് ഇത് മിസ്സിംഗ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഡിഫറൻസ് വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഒരു ഐറ്റം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം അതിനെപ്പറ്റി ബോധമൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ ഈ ഫോമാറ്റ്, അതിൻ്റെ ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഫോമാറ്റാണ് ഞാനിപ്പോൾ എഴുതി തന്നിരിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടവർക്ക് റിപ്പീറ്റ് ചെയ്യാണ്. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺ ടു ദ ഹെഡ് ഓഫീസ്, ക്യാഷ് സെയിൽ, ക്രെഡിറ്റ് സെയിൽ, പിന്നെ സെയിൽസ് റിട്ടേൺ, ഡെറ്റർ റിട്ടേൺ ചെയ്ത ഗുഡ്സ്, നോർമൽ ലോസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് രണ്ട് പാർട്ട്, ലോഡ് പാർട്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, കോസ്റ്റ് പാർട്ട് ടു ബ്രാഞ്ച് P&L, ഡിഫറൻസ് ഇപ്പുറത്താണെങ്കിൽ സർപ്ലസ്, ഇപ്പുറത്താണെങ്കിൽ ഷോർട്ടേജ്. ദിസ് ഈസ് എ ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ അല്ലാത്തവർ ഒന്നും കൂടെ വീഡിയോ കാണോ, ഇല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ അക്കൗണ്ട് 1 കഴിഞ്ഞ് 2. വെരി സിമ്പിൾ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത അക്കൗണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഒരുമിച്ച് വരാൻ പറ്റും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. ഡെറ്റേഴ്സ് മെത്തേഡിൽ ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ 4 ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? 4 ലോഡ് റിമൂവ് ചെയ്തിട്ട്, അത് ഏതൊക്കെ ഐറ്റംസ് എന്നാണോ ലോഡ് റിമൂവ് ചെയ്ത്? ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു റിട്ടേണിന് നമ്മൾ ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മളെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ, ഇവിടെ ഞാൻ വരികയാണ്, ഡെറ്റേഴ്സ് മെത്തേഡിൽ
ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇവിടെ ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച് ഉണ്ടാവും. ഇതിന്റെ ലോഡ് നമ്മൾ ഇവിടെ ഇട്ട് റിമൂവ് ചെയ്ത് എന്ത് പറഞ്ഞിട്ടാണോ റിമൂവ് ചെയ്ത് ബൈ സ്റ്റോക്ക് റിസർവ്. ഇതിന്റെ ലോഡ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോയി ടു സ്റ്റോക്ക് റിസർവ്. ഇതിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ ഞാൻ ഇവിടെ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതി. ഇതിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ ഞാൻ ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതി. ഓക്കെ, അപ്പൊ 4 ഐറ്റത്തിൽ നിന്ന് നമ്മൾ ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി നമ്മളിപ്പോ പഠിക്കുന്നത് ഏതാണോ? സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ. കേട്ടോ, ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്നത് ഏതാണോ മെത്തേഡ്? സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഈ ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി ഇല്ലേ, 4 ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി വരേണ്ടത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെയാ? 4 എണ്ണം. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡ് റിമൂവ് ചെയ്യണം, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസിന്റെ ലോഡ് റിമൂവ് ചെയ്യണം. അതായത് ഇതിന്റെ ലോഡ്, ഇതിന്റെ ലോഡ്, ഇതിന്റെ ലോഡ്, ഇതിന്റെ ലോഡ് ആൻഡ് ഇതിന്റെ ലോഡ്. ക്ലിയർ? ഈ ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി എവിടെ വരണം? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ വരണം. എൻട്രി നേരത്തെ നിങ്ങൾ പഠിച്ച സെയിം എൻട്രി. ഞാൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യുന്ന ഏത് സൈഡിലാണോ? ഇപ്പുറത്ത്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ബൈ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ് അല്ലെങ്കിൽ സ്റ്റോക്ക് റിസർവ്. ഓക്കെ, റിമൂവൽ ഓഫ് ലോഡ് ഫ്രം ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലിയർ? ഇനി ഞാൻ ഇതിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ പോകുന്നു. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെത് ഇപ്പുറത്ത് വരും. എന്താ എഴുതല് നമ്മള്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തന്നെ ബ്രാക്കറ്റിൽ റിമൂവൽ ഓഫ് ലോഡ് ഫ്രം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇനി ഞാൻ റിട്ടേണിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ പോകുന്നു. റിട്ടേൺ ഈ സൈഡിലെ ലോഡ് നമ്മൾ ഇപ്പുറത്ത് എഴുതും. ടു ഗുഡ്സ് റിമൂവൽ ഓഫ് ലോഡ് ഫ്രം റിട്ടേൺ. റിട്ടേൺ എന്നുള്ള ലോഡ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, എഴുതണ്ടല്ലോ റിട്ടേൺ. നോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഈ സൈഡിൽ. അപ്പൊ ഇപ്പുറത്ത് ഇടണം. എന്ത് പറഞ്ഞിട്ടിടണം? ടു സ്റ്റോക്ക് റിസർവ്. എൻട്രി ബ്രാക്കറ്റില് റിമൂവൽ ഓഫ് ലോഡ് ഫ്രം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ 4 എൻട്രിയിൽ സംശയമൊന്നും ഇല്ലല്ലോ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന 4 എൻട്രിയിൽ കുറേ എൻട്രി ഉണ്ട്. അതിൽ 4 എൻട്രി എന്ന് പറഞ്ഞാൽ ലോഡ് റിമൂവൽ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവൽ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡ് റിമൂവൽ, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസിന്റെ ലോഡ് റിമൂവ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്തു. ഈ 4 എണ്ണം നമ്മൾ പ്ലേസ് ചെയ്തു. ഈസി അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച സെയിം ആണ്. ഇനി ഞാൻ ഈ താഴത്തെ ഈ പാർട്ട് മാറ്റി. ഓക്കെ ഓക്കെ, ഇനി നോക്കിക്കോളാം എന്തൊക്കെ ഇതിൽ വരികയാണ്. വെരി സിമ്പിൾ. ഈ 4 എണ്ണം നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. ഇനി നമ്മൾ ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെ, സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ടിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയെങ്കിലും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വന്നോ? ഇവിടെ വന്നു. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, അതായത് നോർമൽ ലോസിന്റെ എൻട്രിയിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എവിടെ വരും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ വരൂലേ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് വരുള്ളൂ? ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. സോ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്ന സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നതെല്ലാം ഞാൻ റെഡിങ് കൊണ്ട് എഴുതുവാണ്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, എന്താ ഈ സാധനം? നോർമൽ ലോസിന്റെ എൻട്രി. ഓക്കെ, ആ എമൗണ്ട് ഞാൻ ഇവിടെ എഴുതി. ഇത് ഓവർ. ഇതാ ഇവിടെ വീണ്ടും കിടക്കുന്ന ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. ലോഡ് ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിന്റെ ലോഡിന്റെ എൻട്രി. എൻട്രി എന്താ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. അപ്പൊ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് വരുമോ? ടു ബ്രാഞ്ച് സ്റ്റോക്ക്. എന്താടോ ഇത്? റിമൂവൽ ഓഫ് ലോഡ് ഫ്രം അബ്നോർമൽ ലോസ്. ഓക്കെ, അതും എഴുതി. 2 എണ്ണം ഓവർ. ഇതാ ഇവിടെ ഒരു എൻട്രി. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഷോർട്ടേജിന്റെ ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി. ഷോർട്ടേജിന്റെ ലോഡ് റിമൂവ് ചെയ്യുന്ന എൻട്രി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലോഡ് റിമൂവൽ എവിടുന്ന? ഫ്രം ഷോർട്ടേജ്. ക്ലിയർ? ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡ് നോക്കി.
ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഇതാ ഇവിടെ കിടക്കുന്ന ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. എന്താ ഇത്? ലോഡ്, സർപ്ലസിന്റെ ലോഡിന്റെ എൻട്രി, സർപ്ലസിന്റെ ലോഡിന്റെ എൻട്രി. എൻട്രി എന്താ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ബ്രാഞ്ച് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എന്താ എഴുതുക നിങ്ങൾ? റിമൂവൽ ഓഫ് ലോഡ് ഫ്രം സർപ്ലസ്. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിന്റെ മാക്സിമം. ഇനി ഈ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അതിന് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലെ ബാലൻസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലെ ബാലൻസ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആയിരിക്കും ഈ ഭാഗത്താണെങ്കിൽ. ഇനി അല്ല ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ബൈ ബ്രാഞ്ച്. ഓക്കെ, ഇനി നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് ഡിഫറൻസ് വരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ഡിഫറൻസ് ഈസ് ഹിയർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെയാണെങ്കിൽ ലോസ് ആയിരിക്കും. ദാറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ ക്ലിയർ? ആദ്യത്തെ 4 എൻട്രി ലോഡ് റിമൂവൽ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ലോഡ് റിമൂവൽ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ലോഡ് റിമൂവൽ ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ലോഡ് റിമൂവൽ ഓഫ് ഗുഡ്സ് റിട്ടേൺഡ് ആൻഡ് ലോഡ് റിമൂവൽ ഓഫ് സ്റ്റോക്ക് റിസർവ്. പിന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രീസ് ആണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്ത്. ഒന്ന് നോർമൽ ലോസിന്റെ ഫുൾ എമൗണ്ട് ലോഡ് നമ്മൾ അവിടെ നോർമൽ ലോസിന് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഫുൾ ഇൻവോയ്സ് പ്രൈസ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തു. അബ്നോർമൽ ലോസിന്റെ ലോഡ് മാത്രം അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് എഴുതി. ദെൻ ഷോർട്ടേജിന്റെ ലോഡ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് എഴുതി. ദെൻ ഹിയർ ലോഡ് ഓഫ് സർപ്ലസും നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ്, ഇവിടെയാണെങ്കിൽ ലോസ്. ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പഠിച്ചല്ലോ. പ്രധാനപ്പെട്ട 2 ഐറ്റംസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്കൗണ്ടിലോട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ എഴുതാറുണ്ട് ബൈ ക്യാഷ് റിസീവ്ഡ്. അതവിടെ വെച്ചോ. ബൈ ബ്രാഞ്ച് ക്യാഷ്. നൗ ക്യാഷിന് പകരം ബിൽ റിസീവ്ഡ് ആ കിട്ടിയെങ്കിൽ നമ്മൾ ക്യാഷിന് പകരം എന്ത് എഴുതലുണ്ട്? നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എഴുതുന്ന ഐറ്റം ആണ് എഴുതുന്നത് ബൈ ബാഡ് ഡെറ്റ്, ബൈ ബാഡ് ഡെറ്റ്. ആരും സ്കിപ്പ് ചെയ്ത് എഴുതാൻ നിൽക്കട്ടെ. ഇവിടെ ഞാനിപ്പോൾ ചേഞ്ച് വരുത്തും. ഓക്കെ, ബൈ ബാഡ് ഡെറ്റ്, കമ്മീഷൻ, ദെൻ വാട്ട് എൽസ്, അലവൻസ്, ഡിസ്കൗണ്ട്. ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എഴുതാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഇനി മുതൽ എഴുതുമ്പം ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ബാഡ് ഡെറ്റ്, കമ്മീഷൻ, അലവൻസ്, ഡിസ്കൗണ്ട് ഒക്കെ എഴുതുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എഴുതണം. ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് എഴുതുക. ഒരു അണ്ടർലൈൻ ചെയ്യുക. അതായത് ബ്രാഞ്ച് എക്സ്പെൻസിന്റെ അക്കൗണ്ടിലേക്കാണ് ഇതൊക്കെ പോകേണ്ടത്. ഓക്കെ, ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് എഴുതുക. ബാഡ് ഡെറ്റ്, കമ്മീഷൻ, അലവൻസ്, ഡിസ്കൗണ്ട്. ഇതെന്ത് ചെയ്യുക? നമ്മളിവിടെ എഴുതുക. ഇനി ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു ഐറ്റമാണ് ബൈ സെയിൽസ് റിട്ടേൺസ് അല്ലേ? സെയിൽസ് റിട്ടേൺ എഴുതും. സെയിൽസ് റിട്ടേൺ എഴുതുമ്പോൾ നമ്മൾ സ്വതവേ ബൈ സെയിൽസ് റിട്ടേൺ എന്ന് എഴുതുക. ബട്ട് നിങ്ങൾ നോക്കിയേ, സെയിൽസ് റിട്ടേണിന്റെ എൻട്രി എന്താണോ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. സോ ഇവിടെ ക്രെഡിറ്റ് സെയിലിന് പകരം നമ്മൾ ആരെ പേര് എഴുതണം? ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എന്താ സാധനം ഇത്? സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഇതും കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ക്രെഡിറ്റ് സെയിൽ.
ടു ക്രെഡിറ്റ് സെയിലിന് എഴുതലുണ്ട് നമ്മൾ. ബട്ട് ക്രെഡിറ്റ് സെയിലിന് പകരം ക്രെഡിറ്റ് സെയിലിന് എൻട്രി നോക്കിയിടും. ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ഓക്കെ, ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് ക്ലോസിംഗ് ബാലൻസ് ടു ബാലൻസ് സി പാർട്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോമാറ്റ്. ക്ലിയർ ആണല്ലോ? എല്ലാം സെയിം, ബട്ട് ഡിഫറൻസസ് എക്സ്പെൻസ് ഒക്കെ ഇന്നർ കോളത്തിൽ എഴുതി അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട എക്സ്പെൻസ് അക്കൗണ്ടിലോട്ടാണ്. സെയിൽസ് റിട്ടേൺസ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതി. ക്രെഡിറ്റ് സെയിലിന് നമ്മൾ എന്ത് എഴുതി? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ടും നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ട് പഠിക്കണം. നെക്സ്റ്റ് അക്കൗണ്ട് നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് P&L അക്കൗണ്ടും ആണ് വരേണ്ടത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇനി വലിയ ഡൗട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ഒരു സാധനം മാറ്റിട്ട് എക്സ്പെൻസ് ആൻഡ് P&L അക്കൗണ്ട് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടാ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, വെരി സിമ്പിൾ. ആദ്യം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡെറ്റേഴ്സ് അക്കൗണ്ട് നോക്കിയേ, ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് കാണുന്നില്ലേ? അപ്പോൾ അതെന്താ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എന്ത് എഴുതണം? ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. അവിടെ ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് കാണാം. നമ്മളിവിടെ ടു ബ്രാഞ്ച് ഡെറ്റർ, ഓരോന്നിൻ്റെയും പേര് നമ്മളിവിടെ എഴുതും. ബാഡ് ഡെറ്റ്, കമ്മീഷൻ, അലവൻസസ് താഴെ എഴുതണേ. അലവൻസസ്, ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതും. ക്ലിയർ? ഒന്നാമത്തെ സാധനം ഓക്കെ. ഇനി എഴുതാൻ പോകുന്നത് ടു ബ്രാഞ്ച്, ടു ബാങ്ക് എന്ന് എഴുതി. നിങ്ങൾ ഡെറ്റേഴ്സ് മെത്തേഡിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് വരയുമ്പം ഈ സൈഡിൽ നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പെൻസിൻ്റെ പേര് എഴുതിയിട്ടില്ലടോ. റെൻറ്റ്, സാലറി, എക്സ്പെൻസ്, അങ്ങനെയുള്ള ഐറ്റം ഇവിടെ എഴുതാം. ടു റെൻറ്റ് എന്തൊക്കെയാ തന്നത് ക്വസ്റ്റ്യനിൽ? സാലറി, സൺട്രീസ്, അഡ്വർടൈസിങ്, അങ്ങനെ എന്താണോ തന്നത് അതിവിടെ എഴുതാം. ക്ലിയർ? ഈ ഐറ്റം ഓക്കെ, ഈ ഐറ്റം ഓക്കെ. ഇനി ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ, ചില ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ലേ ഡിപ്രിസിയേഷൻ 10%, ഫർണിച്ചർ ഡിപ്രിസിയേഷൻ 10%. അപ്പോൾ ഈ 10% കാണാം. എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതുക ടു ബ്രാഞ്ച് ഫർണിച്ചറോ ഏതാ അസറ്റ്, ആ അസറ്റിന്റെ പേര്, അസറ്റിന്റെ നെയിം. ഫിക്സഡ് അസറ്റ് എന്ന് ഞാനിവിടെ എഴുതുന്നത്. നിങ്ങൾ ആ പർട്ടിക്കുലർ അസറ്റ് ഫർണിച്ചർ ആണെങ്കിൽ ടു ബ്രാഞ്ച് ഫർണിച്ചർ എന്ന് എഴുതുക. എന്നിട്ട് താഴെ എന്ത് എഴുതുക? ഡിപ്രിസിയേഷൻ, എന്നിട്ട് ആ എമൗണ്ട് ഇവിടെ എഴുതുക. ക്ലിയർ? ഇത്രയും ഐറ്റമേ ഇതിലുണ്ടാവുള്ളൂ. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് ഡെറ്റർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തെഴുതുന്ന ഐറ്റം. രണ്ട്, ഈ ഹെഡ് ഓഫീസ് നമുക്ക് പൈസ തരുന്നുണ്ടല്ലോ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, ആ എക്സ്പെൻസസിന്റെ പേര് ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുന്നു. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഏതാണോ അസറ്റ് അതിന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ എഴുതും. എന്നിട്ട് നമ്മൾ ഇത് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്താൽ എപ്പോഴും ഈ സൈഡാണ് കിട്ടുക. അത് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ? ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? എക്സ്പെൻസ് അക്കൗണ്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് ഡെറ്റർ അക്കൗണ്ട്, ഇത് ഹെഡ് ഓഫീസ് തന്നിരിക്കുന്നത്, ഇത് അതിന്റെ ബാലൻസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു. ഇതിന്റെ ബാലൻസും നമ്മൾ P&L അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസും നമ്മൾ P&L അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം.